Praise the Lord. Praise the Lord. I hope you are all good. ഞാൻ വിശ്വസിക്കും നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന്. I thank God for this opportunity that He has given me again to stand before you. വീണ്ടും ദൈവം എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. And may God speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. It's not my wisdom. I cannot convince you. I cannot with my wisdom and with my eloquence. I cannot do anything. എന്റെ ജ്ഞാനം ഉപയോഗിച്ച് എനിക്ക് ഒന്നും ചെയ്യുവാനോ ഒന്നും പറയുവാനോ നിങ്ങളോട് സംസാരിക്കാനോ കഴിയുകയില്ല. Even if I convince you, you cannot live like that. ഞാനിപ്പോൾ എന്റെ ജ്ഞാനം ഉപയോഗിച്ച് നിങ്ങൾ കൺവിൻസ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ പ്രകാരം ജീവിക്കാൻ കഴിയുകയില്ല. It is Holy Spirit who helps me to speak, and it's Holy Spirit who helps you to live according to the word. പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചാൽ മാത്രമേ അതിൻ പ്രകാരം മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. It is Holy Spirit who is involved in me to speak, and it's Holy Spirit who is in you will help you to live according to the word. എന്നിലുള്ള പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി നിങ്ങളോട് സംസാരിക്കുവാനും അതേ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് അത് കേട്ട് അതിൻ പ്രകാരം നിങ്ങൾക്ക് ജീവിക്കാൻ സഹായിക്കും. And we all have one spirit. നമ്മളെല്ലാവരും ഒരേ ആത്മാവിലാണ് നിറയപ്പെട്ടിരിക്കുന്നത്. And that spirit unites us. ആ ഒരു ആത്മാവാണ് നമ്മളെ ഒരുമിനപ്പെട്ട് ഇവിടെ ആക്കിയിരിക്കുന്നത്. And that's why we are called as church. അതുകൊണ്ടാണ് നമ്മളൊരു സഭയായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. No other entity in this world has no Holy Spirit which unites them together. ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും പറയാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒന്നിപ്പിച്ച് ഇരിക്കുന്നു എന്ന് ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും പറയാൻ കഴിയുകയില്ല. There are many people. There are many clubs outside, but there are many things outside which there are many things outside. But what is different in churches? We all have got Holy Spirit inside us. ഇതുപോലെ പലതും നമുക്ക് ചുറ്റുപാട് പുറത്തും കാണുവാൻ കഴിയും. പക്ഷെ നമ്മളിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ ദൈവസഭ എന്ന് വിളിക്കാനുള്ള ഒരു വ്യത്യാസം നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. In fact, there are many churches there, but what is different in the churches of Holy Spirit-filled church and with the not spiritless churches, that we have spirit inside us, and that spirit unites us, and that spirit leads us, but there's no spirit in the church, and the church is dead. വാസ്തവത്തിൽ പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സഭകളെ കാണുവാൻ കഴിയും. പക്ഷെ ആ സഭയും ഈ ദൈവസഭയും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. നമ്മളിലൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ദൈവസഭയെ ഇവിടെ കൂടിയിരിക്കുന്നത്. അതാണ് പുറത്തുള്ള ഒരു സഭയും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം. And again, the Spirit gives life. വീണ്ടും പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ നൽകും. And without Spirit, there's no life. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ജീവൻ ഇല്ല അവിടെ. If I preach the word without Spirit, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ഞാൻ നിങ്ങളോട് ഒരു വചനം പറയുകയാണെങ്കിൽ there's no life in that word. ആ വചനത്തിന് ഒരു ജീവൻ ഉണ്ടാവില്ല. So word and Spirit both has to work in us. പരിശുദ്ധാത്മം അതുപോലെ വചനം ഒരുപോലെ നമ്മളിൽ പ്രവർത്തിക്കേണ്ടതാണ്. Only it is a two side of coin. Only if both works together, only it would be successful. രണ്ടും ഒരേ പോയിന്റിൽ വർക്ക് ചെയ്താൽ മാത്രം, ഒരേ പോയിന്റിൽ പ്രവർത്തിച്ചാൽ പരിശുദ്ധാത്മം വചനം ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളിൽ അതിന്റെ പ്രാവർത്തിയം കാണുവാൻ കഴിയുകയുള്ളൂ. Okay. Let's read a verse from John chapter 4 verse 43 to. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 43 മുതലുള്ള വചനങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43 മുതലുള്ള 43 to 54. 43 മുതൽ 54 വരെയുള്ള വചനങ്ങൾ. എടുത്ത് ഉറക്കെ വായിച്ചാട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. പ്രവാചകന് തന്റെ പ്രതിദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ചു പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കവർന്നഭൂമിയിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നു അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ്, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി
വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ആഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for this word, O Lord. Lord, let you speak through me, O Lord. Let your Spirit fill us, Lord, and let us live the way according to what you want us to live, O Lord. Lord, let this church be edified by this word, O Lord. Let this church be encouraged by this word, O Lord. Let your Spirit, Lord, fill us, Lord, and let us walk according to your will and your vision, O Lord. I submit each and everything to mighty hands in Jesus' mighty name and prayer. Some days ago, I was sitting and I was thinking about something. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇരുന്ന ചില വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. And suddenly I thought a thing came to my mind that God has spoken all these things to me. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്തയിൽ ഒരു ചിന്ത വന്നത്, ഈ സകല കാര്യങ്ങളും ദൈവം എന്നോട് സംസാരിച്ചതാണല്ലോ. But it is not. I don't see it is happening. ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മൈൻഡിൽ വരുവാനിടയായി. At the moment when God spoke, I was very happy. ദൈവം എന്നോട് സംസാരിച്ച ആ നിമിഷത്തിൽ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. The happiness continued for 1 day or 2 days. ആ ഒരു സന്തോഷം ഒരു ദിവസം ഇല്ലെങ്കിൽ 2 ദിവസം അത് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. But after that, there's no sign, there's no nothing. Then I think of. Then I become low. അതിന്റെ ഒരു അടയാളങ്ങളും ദൈവം സംസാരിച്ചതിന്റെ ഒരു അടയാളങ്ങളും കാണാതെ വന്നപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാകാനിടയായി. Immediately this word came into my heart. ആ സന്ദർഭത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച ഈ ഒരു ദൈവവചനമാണ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നത്. And this word changed my thoughts. ഈ ഒരു ദൈവവചനം ആ നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചിന്തയെ മാറ്റുവാനിടയായി. And again I started praising God and singing songs. അതിനുശേഷം ഞാൻ ദൈവത്തെ പിന്നെ പാട്ടുപാടി ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും തുടങ്ങി. So today with this verse I would like to encourage you. ഇതേ ദൈവവചനത്തിൽ ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So how many of you have heard the word of God before? Means how many of God has spoken to you personally? How many of you? എത്ര പേരോട് ദൈവം തനിച്ച് സംസാരിച്ചതായിട്ടുണ്ട്? എത്ര പേരോട് ദൈവം തനിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ? Maybe through pastor, or maybe you might read the word and that word strikes you and you know that this word is for me. ഒരുപക്ഷെ ദൈവദാസനിലൂടെ സംസാരിച്ചതാകാം, ഒരുപക്ഷെ ദൈവവചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ ആ വചനം നിങ്ങളെ സ്പർശിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. Or sometime you might heard a voice inside you, right? ഒരു ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ആ ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. Sometimes you might had a dream. ഒരു ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരു സ്വപ്നം കണ്ടതാകാം. And these are the ways that God speaks. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. How many of you ever heard the word of God? ഇതുപോലെ എത്ര പേർ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്? Okay. Now, how many of you can say that everything God spoke is fulfilled in my life? എത്ര പേർക്ക് പറയാൻ സാധിക്കും എന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? Everything God spoke has fulfilled in my life. ദൈവം എന്റെ ജീവിതത്തിൽ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? ഇതുവരെ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ ദൈവശബ്ദം everything God spoke to me or everything God showed me has been fulfilled. എനിക്ക് ദൈവം കാണിച്ചു തന്നതും അതുപോലെ ദൈവം എന്നോട് സംസാരിച്ചത് സകലതും എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? I confess that everything God showed me or spoken to me has not been fulfilled yet. ഞാൻ ക്ഷമ പറയുന്നു, എന്നോട് ദൈവം സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇതുവരെ ഫുൾഫിൽ ആയിട്ടില്ല, സംഭവിച്ചിട്ടില്ല. Some things He showed me, but I'm still waiting. God, when will it happen? ചില കാര്യങ്ങൾ ദൈവം കാണിച്ചിട്ടുണ്ട്, സ്റ്റിൽ ഇപ്പോഴും ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത് എപ്പോൾ സംഭവിക്കുന്നു ഇപ്പോഴും ഞാൻ അതിനെ കാത്തിരിക്കുകയാണ്. So we all are in the waiting process. ഇതുപോലെ നമ്മൾ എല്ലാവരും ആ ഒരു കാത്തിരിപ്പിന്റെ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. So today this passage is taken from John chapter 4. ഇന്ന് ഈ വചനം എടുത്തിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ്. And John also write this gospel after waiting for a long time. യോഹന്നാനും ഈ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പിന്റെ കാലയളവ് കഴിയുമ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്. His friends all are killed and dead.
യോഹന്നാന്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരും സുഹൃത്തുക്കളും മരണപ്പെട്ട ഒരു സാഹചര്യം They ഉണ്ടായിരുന്നു. were killed because they confessed Jesus Christ as Lord. അവർ മരിക്കുവാനിടയായ സാഹചര്യം കർത്താവ് യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചത് കൊണ്ടാണ് അവർ മരണപ്പെടുവാനിടയായത്. They were killed because they were working for Lord. They were carrying the word of God. They were ministers of God. ദൈവവചനം കരുതിയത് കൊണ്ടും ദൈവവചനത്തിന് വേണ്ടി നിന്നത് കൊണ്ടും യേശുവിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടത് മുഖാന്തരമാണ് യോഹന്നാന്റെ കൂടെയുള്ള പ്രവർത്തകർ മരിക്കുവാനിടയായത്. John's master, he has been killed very brutally. യോഹന്നാൻ മരിക്കപ്പെട്ടത് വളരെ ഒരു ക്രൂരമായ John's master Jesus. യേശുക്രിസ്തു മരിക്കപ്പെട്ടതും ആ ഒരു വളരെ ക്രൂരമായ ഒരു രീതിയിലാണ്. Everyone has John is left alone. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും യോഹന്നാനെ വിട്ടുമാറുവാനിടയായി. Paul is killed. പൗലോസ് മരിക്കുവാനിടയായി. Peter is killed. പത്രോസും അതുപോലെ മരണപ്പെട്ടു. And now John is alone. കൂടെ ഉണ്ടായിരുന്ന പൗലോസും പത്രോസും മരണപ്പെട്ടു. ഇപ്പോൾ യോഹന്നാൻ മാത്രമേ തനിച്ചായിരിക്കുന്നു. He is alone and he's alone in his batch and he's alone in his batch and he has the responsibility of church. ആ ഒരു സഹപ്രവർത്തകരുടെ ഇടയിൽ ബാക്കിയുള്ളവർ മരണപ്പെട്ടപ്പോഴും ഇപ്പോൾ തനിച്ചായിരിക്കുന്നത് യോഹന്നാനാണ്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള സഭയുടെ ശുശ്രൂഷകളും കർത്തവ്യങ്ങളും യോഹന്നാനാണ് ഇനി ഉള്ളത്. So after 40 years he is writing this gospel. ആ ഒരു 40 വർഷങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുവാനിടയായത്. 40 years after means 40 years after Jesus Christ died and went up. കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം 40 വർഷങ്ങളിൽ നിന്നാണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുവാനിടയായത്. John's writing this gospel after 40 years. ആ ഒരു നീണ്ട കാലയളവ് 40 വർഷത്തിന് ശേഷം എഴുതുവാനിടയായി. And this gospel begins with in the beginning. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആരംഭിച്ചത് തന്നെ ആരംഭഘട്ടത്തിലാണ്. It says in the beginning was the word. ഇതിനകത്ത് പ്രാരംഭത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ ഇപ്രകാരമുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. And the word was. വചനം ദൈവമായിരുന്നു. And the word was. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. And the word was God. വചനം ദൈവമായിരുന്നു. If anyone reads in the beginning, what you remember? In the beginning, where is Bible starts from in the beginning? ആരെങ്കിലും ആദിയിൽ എന്നൊരു വാക്യം കേൾക്കുമ്പോൾ, ഇൻ ദ ബിഗിനിങ് അല്ലെങ്കിൽ ആദിയിൽ എന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത് നമ്മള്? We will remember Genesis, right? Genesis. We remember Genesis. Genesis also begins with Adi, right? Genesis also begins with in the beginning. ആദിയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. കാരണം ഉൽപ്പത്തിയിലാണ് ആ ഒരു ബിഗിനിങ്, ആദിമഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നത്. So John connects with the Genesis. John connects his gospel with Genesis. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സുവിശേഷത്തെ ഉൽപ്പത്തിയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. He says that in the beginning was the word. യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. And the word was with God. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. He says word and God are two different persons. വചനവും ദൈവവും രണ്ട് വ്യക്തിത്വങ്ങളെന്നാണ് പറയുന്നത്. And he says that word was God. അതിനുശേഷം പറയുന്നത് ആ വചനം ദൈവമായിരുന്നു. So he says that two different person, the word and God are two different person. ഇവിടെ യോഹന്നാൻ പറയുന്നത് വചനവും ദൈവവും രണ്ട് വ്യക്തിത്വങ്ങളായിട്ടാണ് പറയുന്നത്. But they are one. എന്നിരുന്നാലും അത് ഒന്നാണ്. And this word came into this world. ഈ ദൈവവചനമാണ് ഒന്നായിപ്പെട്ടത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നതാണ് ഇപ്പോൾ ലോകത്തിൽ വന്നിരിക്കുന്നത്. And this word tabernacled. He says this word became flesh. This word became flesh and tabernacled among us. ഈ വചനമാണ് നമ്മുടെ ജഡമായിട്ട് വന്ന് നമ്മളിൽ എല്ലാം വ്യാപരിച്ചിരിക്കുന്നത്. How God commanded Moses to build a tabernacle in the Mount Sinai. Same Jesus came and tabernacled among people. സീനായി പർവ്വതത്തിൽ എപ്രകാരമാണോ മോശയോട് കൂടെ ദൈവം ഇത് പ്രവർത്തിച്ചത്, അതേപോലെ തന്നെയാണ് വചനവുമായിട്ട് കർത്താവ് ഇവിടെയും പറയുന്നത്. And we see Jesus come in body. The word which was from beginning. Jesus was not only in this world 2023 years ago, but he was before this world began. ഈ ഒരു 2023 വർഷങ്ങൾക്ക് മുമ്പ് വരെ അല്ല ദൈവം ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അതിനു മുൻപേ കർത്താവ് ഉണ്ടായിരുന്നു. Jesus was present everywhere. Jesus created this world. കർത്താവാണ്, ദൈവമാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത്. ദൈവം ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. Bible says that through his word this world was created. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ വായിലെ വാക്കിനാൽ ഈ ലോകം ക്രിയേറ്റ് ചെയ്തെന്നാണ്. God used this word
ദൈവം തന്റെ നാവിൽ നിന്ന് ആ വാക്ക് ഉപയോഗിച്ചു, വചനം ഉപയോഗിച്ചു. And the word is Jesus. ആ വചനമാണ്, ആ വാക്കാണ് യേശു എന്ന് പറയുന്നത്. And this word came as become a flesh and dwelt among us. അതാണ് ജഡമായി വന്ന് നമ്മളിൽ വസിക്കുന്നത്. And this word is called Son of God. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. So you see, the Son of God is a simple term. We Devaputran, we simply say Devaputra, Prime Minister Putra, Sharkan Putra. That's what we simply. But this Son of God is a term which says that the word has come. The God Himself has come into the world, and He is a man. The God has become man for us. നമ്മൾ നിസ്സാരമായിട്ട് പറയും, അല്ലെങ്കിൽ ദൈവപുത്രൻ യേശു ക്രിസ്തു എന്നൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു മകനാണെങ്കിൽ നമ്മൾ പറയും പ്രൈം മിനിസ്റ്ററിന്റെ മകൻ. അതേപോലെ നമ്മൾ നിസ്സാരമായിട്ട് പറയും ദൈവപുത്രൻ യേശു ക്രിസ്തു എന്ന്. പക്ഷെ ആ ഒരു വചനമാണ് അത് ജഡത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത്. And this word is God Himself. ആ വചനമാണ് ദൈവമായിട്ട് നമുക്ക് ഉള്ളത്. And John introduces Christ as a word. യോഹന്നാൻ പറയുന്നത് യേശു ക്രിസ്തുവിനെ വചനമായിട്ട് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. And then we see John. Then in further we see John the Baptist. ആരംഭത്തിൽ യോഹന്നാൻ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി യോഹന്നാനായിട്ട് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം സ്നാപക യോഹന്നാൻ എന്നാണ് തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുന്നത്. He shows Christ. He is the Lamb of God. സ്നാപക യോഹന്നാനാണ് ഇപ്രകാരം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായത്. ലോകത്തിന്റെ വരുവാനുള്ള കുഞ്ഞാട് എന്നൊരു വെളിപ്പാട് തന്നത് സ്നാപക യോഹന്നാനിലൂടെയാണ്. And he shows Christ. He is the Lamb of God. He has come to take away our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്ന ലോകത്തിന്റെ കുഞ്ഞാട് എന്നൊരു വെളിപ്പാട് യോഹന്നാൻ സ്നാപകൻ നമുക്ക് തരുവാനിടയായി. And next we see the disciples of John going after Jesus Christ. അതിനുശേഷം നമ്മൾ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാർ യോഹന്നാന്റെ കൂടെ സഞ്ചരിക്കാനിടയായി. And in John chapter 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ 3 we see Nicodemus. How many of you remember Nicodemus? നിക്കോദോമസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. Nicodemus coming at night to Christ, right? അർദ്ധരാത്രിയിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നിക്കോദോമസ് വരുന്ന ഒരു സന്ദർഭം അവിടെയുണ്ട്. Nicodemus is a great, he's a respected person. He's a great Pharisee, and everyone respects him in his society. സൊസൈറ്റിയിൽ, ആ സമൂഹത്തിൽ ഏറ്റവും മാന്യനും ബഹുമാനീയനുമായ ഒരു പരീക്ഷനായിരുന്നു നിക്കോദോമസ് എന്ന് പറയുന്നത്. He knows the Bible. He knows everything. നിക്കോദോമസിന്റെ വചനം നന്നായിട്ട് അറിയാം, വേദപുസ്തകം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. But he comes at night to meet Christ. എന്നിരുന്നാലും രാത്രിയിലാണ് നിക്കോദോമസ് യേശുക്രിസ്തുവിനെ കാണുവാൻ കടന്നു വന്നത്. And Jesus Christ talks to him, and what is in his heart, what is in the heart of Nicodemus, Jesus explicitly tells to Nicodemus. അതിനുശേഷം നിക്കോദോമസിനോട് യേശുക്രിസ്തു സംസാരിക്കാൻ ഇടയായി തീർന്നു. അവന്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതിനോട് അനുബന്ധിച്ച് കർത്താവ് അവനോട് സംസാരിക്കാൻ ഇടയായി. And 4th chapter we find a Samaritan woman. നാലാമത്തെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ശമരിയക്കാരനെ കുറിച്ച് കാണുവാൻ സാധിക്കും. Samaritan woman. ശമരിയക്കാര സ്ത്രീയെ കുറിച്ച് കാണുവാൻ സാധിക്കും. And Jesus Christ comes to meet her at noon, at sunlight. ഒരു മധ്യാഹ്ന വേളയിലാണ് കർത്താവ് ആ ശമരിയ സ്ത്രീയുമായിട്ട് കടന്നു വരുന്നത്. Nicodemus, who met Christ at night, and this woman, Christ comes to meet her at a noon time. നിക്കോദോമസ് കർത്താവിന്റെ അടുത്ത് വന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് രാത്രിയിലാണ്. എന്നാൽ ശമരിയ സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്ന സന്ദർഭം മധ്യാഹ്നമാണ്. Nicodemus comes to meet Christ, but Christ goes to meet this woman. നിക്കോദോമസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നത് രാത്രിയിലും കർത്താവ് ശമരിയ സ്ത്രീയുടെ അടുത്ത് കടന്നു പോയത് മധ്യാഹ്ന സമയത്താണ്. So this shows that Christ is not looking at the wisdom of this world, this wealth of this world, or anything regarding any Bible knowledge, but Christ is looking for the person who is honest. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് നോക്കുന്നത് ജ്ഞാനമുള്ള ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ ബഹുമാനമുള്ള ഒരു സ്ഥലമോ മറ്റൊന്നുമല്ല, വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് കർത്താവ് നോക്കുന്നത്. And later the Samaritan woman has been changed into evangelist. കർത്താവിന്റെ ആ ഒരു സംഭാഷണങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ശമരിയക്കാരി സ്ത്രീ ഒരു ശുശ്രൂഷക, ദൈവിക ശുശ്രൂഷ വേളയായിട്ട് ചേഞ്ച് ചെയ്യുന്ന. But Nicodemus took some time to change. കർത്താവുമായിട്ട് ശമരിയക്കാരി സ്ത്രീയും ആ ഒരു സംഭാഷണം കഴിയുമ്പോൾ തന്നെ അവൾക്കൊരു രൂപാന്തരം വന്ന് ഒരു ഇവാഞ്ചലിംഗ് ആയിട്ട് ശമരിയക്കാരി സ്ത്രീ മാറും. പക്ഷേ നിക്കോദോമസിന്റെ സ്റ്റേജ് അങ്ങനെയല്ല. It took some time for Nicodemus to change. നിക്കോദോമസ് കർത്താവിന്റെ അടുത്ത് കടന്നു വന്നിരുന്നുവെങ്കിലും കുറച്ച് സമയം എടുത്തതിന് ശേഷമാണ് അവനൊരു മാനസാന്തരം കടന്നു വന്നത്. So this word encourages us that whoever we are,
whether we are rejected by this society, whether no one respects us, but Christ is longing to meet us. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ലോകം നമ്മളെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ അകറ്റി സിറ്റുവേഷൻ ആയിരുന്നാൽ പോലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. The Samaritan came at noon because no one would come there, because she has been separated from the society. ശമരിയക്കാരി സ്ത്രീ വന്നത് ഒരു മധ്യാഹ്ന സമയത്താണ്. കാരണം ആ ഒരു സമയത്ത് മാത്രമേ അവൾക്ക് വരുവാൻ കഴിയുകയുള്ളൂ. കാരണം ആ ഒരു സമൂഹം അവളെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യമായിരുന്നത്. But Christ came to meet her. എന്നാൽ കർത്താവ് അവളെ മീറ്റ് ചെയ്യാൻ അവിടെ വെച്ച് കാണുവാനിടയായി. So this word encourages us that no matter we are separated from this world, separated from the society because of our family, because of sins, because of who we are, because of sickness, but Christ comes to meet us. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ നിമിത്തമോ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം നമ്മുടെ സമൂഹമോ നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മളെ മാറ്റി നിർത്തിയാലും കർത്താവിന് അതൊരു വിഷയമല്ല. കർത്താവ് നമ്മുടെ അടുക്കൽ വരുവാനിടയാകും. And now the verse which that we read has the verse 4:43 is the key verse. ഇനി നമ്മൾ വായിക്കാനുള്ള പ്രധാന കുറിവാക്യം എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43-ാമത്തെ വാക്യങ്ങളാണ്. So I have explained you from the beginning until this verse, okay? ഞാൻ ഇതിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ളത് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. After 2 days Jesus left for Galilee. യേശു ഗലീല വിട്ട് 2 നാൾ കഴിഞ്ഞപ്പോൾ Jesus went to Galilee. ഫസ്റ്റ് യേശു ഗലീലയിലോട്ട് പോയി. Jesus went to Galilee, and Jesus has already turned water into wine. You remember in Cana in Galilee, he had turned water into wine. ഗലീലയിലെ കാനാവിൽ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു അത്ഭുതമുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? And Jesus had done this miracle, and everyone is praising Jesus for what he has done. ഈ ഒരു അത്ഭുതം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. And we also find that in verse 44, 40, 45, could anyone read? അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവർ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടുകൊണ്ട് അവനെ അംഗീകരിച്ചു. So Jesus went to Galilee. യേശു ഗലീലയിലേക്ക് കടന്നുപോയി. And he had already done a miracle there. ഓൾറെഡി ആ ഗലീലയിൽ കർത്താവ് ഒരു ആരംഭ അത്ഭുതം ചെയ്തതാണ്. And now the people had already saw what Jesus done in Jerusalem too. ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് കർത്താവിന് അറിയാം ഇതിനു മുമ്പ് ദൈവം ജെറുസലേമിൽ എന്താ ചെയ്തതെന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് അറിയാം. Knowing that everything, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് they are waiting for one more sign. വീണ്ടും ഒരു അടയാളത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. And now there's a man who enters. ഇപ്പൊ അവിടെ ഒരു മനുഷ്യൻ കടന്നു വരുന്നത് കാണാം. Verse 45. അതിന്റെ 45-ാം വാക്യം. 46. അതിന്റെ 46-ാം വാക്യം. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. 47. യേശു യഹൂദ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടിട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. A rich man, he comes to Christ. ഒരു ധനികനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നു. He belongs to Roman Empire. റോമൻ പൗരത്വത്തിന്റെ അകത്തുള്ള ഒരു വ്യക്തിയായിരുന്നത്. He has power. അവന് അധികാരങ്ങളുണ്ട്. He has wealth. സമ്പത്തുണ്ട്. He has respect in society. സമൂഹത്തിൽ ഒരു ബഹുമാന മാന്യതയുണ്ട്. People fear him. സമൂഹത്തിലെ ജനങ്ങൾ ആ വ്യക്തിയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. Because he belongs to royal. കാരണം ഒരു രാജകീയ കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തി ആയതിനാൽ സമൂഹത്തിലുള്ളവർക്ക് അയാളെ ഒരു ഭയം ഉണ്ടായിരുന്നു. He is associated with government. അവിടുത്തെ ഗവൺമെന്റ് റോമൻ പൗരന്മായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അത്. And he comes to Christ and says that Christ, my son is sick, please heal him. അങ്ങനെയുള്ള ഒരു വ്യക്തി കർത്താവിന്റെ അടുത്ത് കടന്നു വന്നിട്ട് പറയുവാണ്, കർത്താവ് എന്റെ മകൻ മരിപ്പാറായിരിക്കുന്നു, എന്റെ മകൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാനിടയായി. And what does Jesus say? ആ ഒരു സന്ദർഭത്തിൽ കർത്താവ് അവിടെ എന്താണ് പറഞ്ഞത്? Next verse. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. Jesus says something. What is this? What is he saying? A man is coming and saying to Christ, my son is sick and heal him. ഇവിടെ കർത്താവിന്റെ അടുക്കൽ ആ മകൻ കടന്നു വന്നിട്ട് പറഞ്ഞത്, കർത്താവ് എന്റെ മകൻ രോഗിയായിരിക്കുന്നു, അവനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ
He says, കർത്താവ് പറഞ്ഞത്, unless you see signs and miracles, you won't believe in me. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കില്ല എന്നാണ്. Who is Christ talking to? Why is he saying this? ആരോടാണ് കർത്താവ് ഇത് പറയുന്നത്? എന്തിനാണ് കർത്താവ് ഇപ്രകാരം സംസാരിക്കുന്നത്? There are people around him. That's not only this man. ഈ ഒരു മനുഷ്യൻ മാത്രമല്ല, ആ ഒരു സന്ദർഭത്തിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്നത് അനേക വ്യക്തിത്വങ്ങൾ അവിടെയുണ്ട്. And Christ says to him on behalf of them, ഈ ഒരു മനുഷ്യന്റെ മധ്യത്തിൽ നിർത്തി ഈ ഒരു മനുഷ്യന്റെ ഒരു സാന്നിധ്യം ഉപയോഗിച്ച് കർത്താവ് അവിടെ ഉള്ളവരോട് കൂടിയാണ് ഇത് സംസാരിക്കുന്നത്. these people are wanting signs. ആ ജനങ്ങൾക്ക് ആവശ്യം അടയാളങ്ങളാണ്. If they don't have signs, they won't believe. അടയാളമില്ലെങ്കിൽ അവർ വിശ്വസിക്കുകയില്ല. We can see what happened in Jerusalem, verse 2. യെരുശലേമിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. John chapter 2. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 18, verse 18. 2 verse 18. 2-ാം അധ്യായം എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. These people need signs. ഈ ജനങ്ങൾക്ക് അടയാളമാണ് ആവശ്യം. And Jesus tells them, കർത്താവ് അവരോട് പറഞ്ഞത്, verse 40, verse 19. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. Jesus says that I will destroy this temple and I will build it in 3 days. കർത്താവ് അവരോട് പറഞ്ഞത് ഈ മന്ദിരത്തെ പൊളിക്കുക, അത് 3 ദിവസത്തിനകത്ത് പണിയുമെന്നാണ് പറയുവാനിടയായത്. These people want signs. ആ കർത്താവിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യം അടയാളമാണ്. If they have no sign, they would be discouraged. അടയാളമില്ല എങ്കിൽ അവർ വിഷമിക്കാൻ ഇടയായി തീരും. Today, how many of us are present here to get signs? ഇതുപോലെ എത്ര പേരാണ് ഇന്ന് ആയിരിക്കുന്നത്? ഒരു അടയാളത്തിന് വേണ്ടി മാത്രമായിരിക്കുന്നത് എത്ര പേരാണ്? If they don't get sign, they leave the church. ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അടയാളം നടന്നില്ല എങ്കിൽ നമ്മൾ സഭ വിട്ടു പോകും. If there's no sign, there's no prayer. അടയാളം അത്ഭുതം നടന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ല. If there's no sign, we don't worship God. അടയാളം അത്ഭുതമില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കില്ല. And some people who are false teachers, they have taken the signs as a license in their hand, and they make more money through the signs. തെറ്റായി പഠിപ്പിക്കുന്ന ചില പണ്ഡിതരുണ്ട്. അവർ ഈ അടയാളങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടാക്കുവാൻ വേണ്ടി ഇതിനെ യൂസ് ചെയ്യുന്നവരുണ്ട്. And people go after the church, and thousands and thousands of people gather around the church. അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ കണ്ടിട്ട് ജനം എന്ത് ചെയ്യും? 1000 ജനങ്ങൾ ആ സഭകളിൽ പോകുവാൻ ഇടയായിത്തീരും. And today we see lot of big churches, right? Very big churches. ഇന്ന് നമുക്ക് അതുകൊണ്ട് വലിയ സഭകളെ കാണുവാൻ ഇടയാകും. They have signs, they have miracles, they have many things in their church. ആ വലിയ സഭകളിൽ ഒരുപാട് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും. But if they have to face some challenges, some sicknesses, something hard, they would just fade away. എന്നാൽ ആ സഭയ്ക്കകത്ത് തന്നെ ചില കഷ്ടതയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളോ വരുമ്പോൾ അവർ തളർന്നു പോകുവാനിടയാവും, വാടിപ്പോകുവാനിടയാവും. How many of our want signs? എത്ര പേർക്കാണ് ഇതിൽ അടയാളം വേണ്ടത്? Christ, you give me sign and I will believe. കർത്താവേ, നീ എനിക്കൊരു അടയാളം തന്ന ഞാൻ നിന്നെ വിശ്വസിക്കാം. Paul says we don't walk by sight, but we walk by faith. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നാണ്. We don't walk by what we see, we walk by what our faith. കാണുന്നതിനെ അല്ല, നമ്മുടെ അനുഭവത്തിലുള്ള വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. So, faith in what? വിശ്വാസം എന്തിനുള്ള വിശ്വാസമാണ്? People have many faith. People have faith in science. Some have faith in philosophy. Some have faith in many things, right? Faith in what? ചില വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ വിശ്വാസമുണ്ട്, മറ്റു ചില കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നതുണ്ട്. പക്ഷെ ഇവിടെ ഏതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? Faith in this world. കർത്താവിന്റെ വചനത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ പറയുന്നത്. Not faith in science. അടയാളങ്ങളിലുള്ള വിശ്വാസമല്ല. Not faith in your wealth. നിങ്ങളുടെ സമ്പത്തിലുള്ള വിശ്വാസമല്ല. Not faith in the church. സഭയിലുള്ള ഒരു വിശ്വാസമല്ല. The faith in His word. ദൈവവചനത്തിലുള്ള വിശ്വാസത്തെയാണ് ഇവിടെ പറയുന്നത്. So, this word, I might have got signs, lot of signs last year or many times in past.
കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിനു മുൻപുള്ള വർഷങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിന്റെ നടന്നിട്ടുണ്ട്. But my faith is not based on that signs. പക്ഷെ ആ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ല എന്റെ വിശ്വാസം കടന്നു പോകുന്നത്. My faith is based on His word. എന്റെ വിശ്വാസം ദൈവത്തിന്റെ വചനപ്രകാരമാണ്, ദൈവത്തിന്റെ വചനത്തിലാണ്. Because His word never changes. കാരണം ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറുന്നില്ല. Bible says heavens and earth may disappear, but my word will never change. കർത്താവിന്റെ വചനം പറഞ്ഞ ആകാശം ഭൂമിയും മാറിപ്പോകുമെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റമില്ലെന്നാണ്. So we have to fix our faith on the right thing. അതുകൊണ്ട് ശരിയായ രീതിയിലാണ് നമ്മുടെ വിശ്വാസം നമ്മൾ സ്ഥാപിക്കേണ്ടത്. Okay. Now we shall return to key verse. നമുക്ക് നമ്മുടെ കുറിവാക്യം വായിക്കാം. Key verse verse 49. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം വായിക്കാം. രാജഭൃതൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. And the royal worker, he says that, Lord, come before my son dies. അവിടെ രാജഭൃത്യൻ പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് കർത്താവെ അങ്ങ് വരണമെന്നാണ്. He wants Christ to come to his home. ആ ഭൃത്യന് ആവശ്യം കർത്താവ് അവരുടെ ഭവനത്തിൽ കടന്നു പോകണം. He come and touch his son. എന്നിട്ട് കർത്താവ് തന്റെ മകനെ തൊടണം. And he will get healed. അങ്ങനെ ഒരു സൗഖ്യമാണ് ആ ഒരു ഭൃത്യൻ ആഗ്രഹിക്കുന്നത്. But what does Jesus do? Could you read next? നമുക്ക് അടുത്തത് വായിക്കും ദൈവം അവിടെ എന്താ ചെയ്തതെന്ന്. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Jesus sends a word. കർത്താവ് അവിടെ ഒരു വാക്കാണ് പറയുവാനിടയായത്. He sends his word to him. കർത്താവ് തന്റെ വാക്ക് ആ രാജഭൃത്യനോട് പറയുവാനിടയായി. And let us study this word. നമ്മൾ ആ വാക്ക് പഠിക്കുമ്പോൾ it has two parts. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. Go, കടന്നു പോവുക, and your son will live. എന്നാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കും. Go, പോവുക, and your son will live. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. One is a commandment. ഒന്ന് അവിടെ ഒരു ഓർഡർ ആണ്. And other is a promise. അടുത്തത് അവിടെ ഒരു ഫെയ്ത്ത് കൊടുക്കുക, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. So God's word is a commandment and a promise. അതുകൊണ്ട് കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് ഒരു കമാൻഡ്മെന്റുമാണ്, അതേപോലെ ഒരു പ്രോമിസും ആണ്. It has two sides. രണ്ട് ഭാഗങ്ങളുണ്ട്. Just as coin has two sides, God's word has two sides. ഒരു നാണയത്തിന് രണ്ട് ഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ കർത്താവിന്റെ വചനത്തിനും അപ്രകാരമുണ്ട്. One is a commandment. ഒന്ന് കർത്താവ് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ്മെന്റ് ആണ്. And other is a promise. അടുത്തതെന്ന് പറയുന്നത് ഒരു പ്രോമിസ് ആണ്. So those who know that the promise is true, for them this commandment is very easy. പ്രോമിസ്, കർത്താവ് പറഞ്ഞ പ്രോമിസ് സത്യം ആണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ആ ഒരു ഓർഡർ അല്ലെങ്കിൽ കമാൻഡ്മെന്റ് ഈസി ആയിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. But those who feel that, those who don't know this commandment, this promise may be true or not, for them this commandment is hard. കർത്താവ് പറഞ്ഞ ആ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് അതിന് മുൻപ് പറഞ്ഞ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. This word has created the world. ഈ വചനമാണ് ഈ ലോകത്തെ ഉണ്ടാക്കുവാനിടയായത്. Let there be light. വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞു. This word created the plants, everything. ഈ വചനമാണ് ഇവിടുത്തെ സകല സൃഷ്ടികൾ, അതായത് ഫ്ലവേഴ്സ്, എവറിത്തിങ്, പ്ലാന്റ്സ് എല്ലാം ഈ വേർഡാണ് ക്രിയേറ്റ് ചെയ്യാനിടയായത്. This word split the land from water. ജലത്തെയും ഭൂമിയെയും തമ്മിൽ വേർതിരിച്ചത് ഈ വചനമാണ്. This word said to sea that you should not come after this boundary. കടലിന് അതിർ വച്ചതും ഈ വചനമാണ്. This word has created everything which we see today. നമ്മൾ ഇന്ന് കാണുന്ന സകലതും സൃഷ്ടിച്ചത് ഈ വചനമാണ്. And Christ sends this word to him. ഇതേ വചനമാണ് കർത്താവ് രാജഭൃത്യനോട് And പറയുവാനായത്. we all have this word in our hands today. ഇന്ന് നമ്മുടെ കരത്തിൽ, എല്ലാവരുടെ കരങ്ങളിൽ ഈ വചനമുണ്ട്. Christ has spoken to us personally. കർത്താവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്. Everyone has Bible. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ട്. But rare are those people to whom Christ speaks personally. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെങ്കിലും കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്നത് വളരെ ചുരുക്കം ചില വ്യക്തികളോട് മാത്രമാണ്. And we are privileged people that God spoke to us. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നെങ്കിൽ നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. We are privileged that God has given us commandment and has promised to us. നമ്മൾ അതിൽ അഭിമാനം കൊള്ളുന്നു. കർത്താവ് നമ്മളോട് കമാൻഡ് ഓർഡറും തരുന്നു, അതേപോലെ തന്നെ വാഗ്ദത്തവും തരുന്നുണ്ട്. Other people, they want signs only. പക്ഷെ മറ്റു ചില കൂട്ടങ്ങൾക്ക് അടയാളങ്ങൾ മാത്രം മതി. But this person has come up. പക്ഷെ ഈ രാജഭൃത്യൻ കടന്നു വന്നു. He is different from those people. മറ്റു വ്യക്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു മനുഷ്യനായിരുന്നു.
he needs the word of God. ആ രാജ്യഭൃത്തിന് അവിടെ ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. He needed sign. He told Christ to come to his home. അവനൊരു അടയാളം വേണം. അവൻ കർത്താവിനോട് പറയാനെടുത്തില്ല, കർത്താവെ അങ്ങ് എന്റെ ഭവനത്തിൽ കടന്നു വരണം. But Christ said, I will send my word. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ വചനം വാക്ക് പറയാമെന്നാണ്. And what he did, അവിടെ കർത്താവ് പറഞ്ഞത് നോക്കാം. verse 50. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. So this man, God spoke the word. കർത്താവ് തന്റെ വാക്ക് പറയുവാനിടയായി. He took the word inside him. കർത്താവ് പറഞ്ഞ ആ ഒരു വാക്ക് അവന്റെ ഹൃദയത്തിൽ അവൻ എടുത്തു. And he walked. അത് വെച്ചുകൊണ്ട് കടന്നു പോകാനിടയായി. He was walking. He's walking. ആ ഒരു വാക്ക് വെച്ച് നടക്കുകയാണ്. The word is in him. ആ കർത്താവ് പറഞ്ഞ വചനം അവന്റെ ഹൃദയത്തിനകത്തുണ്ട്. He says, Jesus said, go and your son will live. Okay, my son will live. My son will live. My son will live. He's walking with that word. അവൻ പോകുമ്പോഴും പറയുവാണ്, കർത്താവ് യേശു പറഞ്ഞു, ഞാൻ കടന്നു പോകുമ്പോൾ തന്നെ എന്റെ മകൻ അവിടെ ജീവിച്ചിരിക്കും, എന്റെ മകൻ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വാക്കിനാൽ അവൻ നടന്നു പോവുകയാണ്. Imagine the walk. It's about 30 kilometers from the Canaan to Capernaum. കനാനിൽ നിന്ന് കവർന്നഫൂം പോകാൻ വേണ്ടി ഒരു 30 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, അവൻ ആ വാക്കുകൊണ്ട് എപ്രകാരമായിരിക്കും സഞ്ചരിച്ചിരിക്കുക, നടന്നിരിക്കുക എന്ന് സങ്കല്പിച്ച് നോക്കാം. He might have thought, I asked Christ to come with me. ഒരുപക്ഷെ ആ മകൻ ചിന്തിച്ചിരിക്കാൻ, ഞാൻ കർത്താവിനോട് പറഞ്ഞത് എന്റെ ഭവനത്തിൽ കടന്നു വരിക എന്നല്ലേ. And if Christ would have come with me, he would have touched my son. കർത്താവ് എന്റെ കൂടെ കടന്നു വന്നെങ്കിൽ അപ്പോൾ തന്നെ എന്റെ മകനെ തൊടുമായിരുന്നു. And he might have got healed. ഉടനെ തന്നെ എന്റെ മകൻ സൗഖ്യമാകുമായിരുന്നു. But Christ just sent his word in me. പക്ഷെ കർത്താവ് തന്റെ വചനം എന്റെ കൂടെ തരുവാനിടയായി. And I am walking with this word. ആ വചനത്തിൽ കൂടി ഞാൻ നടക്കുകയാണ്. So imagine, we all are in the same walk. നമ്മളൊന്ന് സങ്കല്പിക്കണം, നമ്മളെല്ലാവരും അതേപോലെ ഒരു സങ്കല്പക We all are walking. We don't know what will happen in future, but Christ has given us word. Because I live, you will live. നമുക്കും ഇതുപോലെ തന്നെയാണ്. കർത്താവ് നമുക്കൊരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വചനം തന്നിട്ടുണ്ട്. ആ ഒരു വചനം, ആ ഒരു ഇത് വെച്ച് നമ്മൾ ഇപ്പോഴെന്തേ നടന്നുകൊണ്ടിരിക്കുകയാണ്. We are walking. We don't know what is future. നമുക്കറിയത്തില്ല ഭാവി എന്താണ്, നമുക്കറിയത്തില്ല. We know that Esau is waiting for me to kill them. നമുക്കറിയാം അവിടെ നമ്മളെ കൊല്ലുവാൻ ആൾക്കാരുണ്ടെന്ന് അറിയാം. He's like Esau. He want to take revenge. നമുക്ക് വേണ്ടി റിവെഞ്ച് ചെയ്യാൻ വേണ്ടി എസ്സോ അവിടെ ഉണ്ടെന്ന് അറിയാം. But with fear we are walking towards him. പക്ഷെ എന്നിരുന്നാലും കർത്താവ് പറഞ്ഞ ആ ഒരു വചനം വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നടന്നു പോയിക്കൊണ്ടിരിക്കുക. Sometimes doubt comes. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സംശയങ്ങൾ കടന്നു വരാം. Sometimes we get depressed. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. Sometimes we carry the same sicknesses and we are walking. ചില സന്ദർഭങ്ങളിൽ ഈ ഒരു ഭാരം അല്ലെങ്കിൽ ഈ ഒരു രോഗത്താൽ നമ്മൾ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. We have the sicknesses and we are walking. ആ ഒരു രോഗത്തിൽ കൂടി നടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. But Christ's word is in us, right? എന്നിരുന്നാലും നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനമുണ്ട്. And this word is carrying me. ആ ഒരു വചനമാണ് നമ്മളെ താങ്ങുന്നത്. I don't need signs to move ahead. നമുക്ക് മുൻപോട്ട് പോകാൻ അടയാളം ആവശ്യമില്ല. Because signs may change. അടയാളങ്ങൾ മാറാം. But God's word never changes. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും ഒരു He മാറ്റമില്ല. says, because I live, you will live. കർത്താവ് പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുന്നു. So you will live. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. Because not of your will, because not of your talents, but because of His word. നിങ്ങളുടെ ജ്ഞാനത്താലോ നിങ്ങളുടെ സാമ്പത്തികത്തിലോ അല്ല നിങ്ങൾ ജീവിക്കുന്നത്, കർത്താവിന്റെ വചനത്താലാണ് ജീവിക്കുന്നത്. And this word encouraged me last day when I was thinking about my future. ഞാൻ എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ഒരു വചനമാണ് എന്നെ ആശ്വസിപ്പിക്കാനും എൻകറേജ് ചെയ്യാനും ഇടയായത്. So some people are waiting for signs. ചില വ്യക്തികൾ അടയാളങ്ങൾക്ക് കാത്തിരിക്കുന്നു. Some people believe when they see signs and they unbelieve when they don't see sign. ചില വ്യക്തികൾ അടയാളം കാണുമ്പോൾ വിശ്വസിക്കും, ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ നടന്നില്ലെങ്കിൽ അത് അവർ വിശ്വസിക്കുന്നില്ല. And some are those who has the word. എന്നാൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് ദൈവത്തിന്റെ വചനമുണ്ട്. They know this word is living. അവർക്കറിയാം ഈ വചനം ജീവിക്കുന്നതാണ്. This word is truth. ആ വചനം സത്യമാണ്. They know that God never lies. അവർക്കറിയാം കർത്താവ് ഒരിക്കലും കള്ളം പറയുകയില്ല. They know that God is holy. കർത്താവ് പരിശുദ്ധനാണെന്ന് They അറിയാം. know that God is righteous. കർത്താവ് സത്യവാനാണെന്ന് അറിയാം. They know that God's purpose never fails. കർത്താവിന്റെ ഉദ്ദേശം ഒരിക്കലും അസാധ്യമല്ലെന്ന് അറിയാം. They know that God's plan for me is not to harm me but to prosper me. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്നെ ദോഷകരത്തിനല്ല നല്ലതിനാണെന്ന് അറിയാം. They know that everything in my life works for good for those because I'm because I love God and I'm called according to the purpose.
എന്നെ കർത്താവ് വിളിച്ചത് കൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് അറിയാം എന്റെ ജീവിതത്തിൽ നടക്കുന്ന സകലതും നന്മയ്ക്കാണെന്ന് അവർക്ക് അറിയാം. കാരണം അവരെ കർത്താവ് വിളിച്ചത് ഒരു വിശ്വാസമുള്ളതുകൊണ്ട്. So this word is carrying him. ഇതേപോലെയാണ് ഈ വചനത്തിലാണ് ആ മനുഷ്യനെ താങ്ങി നടത്തിക്കൊണ്ടിരുന്നത്. So the word has two parts. ഈ ഒരു വചനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. One is a commandment. ഒന്ന് അവരുടെ ഒരു ഓർഡർ കമാൻഡ് ആണ്. And then another is a promise. മറ്റൊന്നൊരു വാഗ്ദത്തം ഇല്ലെങ്കിൽ ഒരു പ്രോമിസ് ആണ്. We all have commandments, right? We all have commandments. God has given us commandment how to live, how to live. നമുക്ക് എല്ലാവർക്കും കർത്താവ് കൽപ്പനകളെ തന്നിട്ടുണ്ട്, കമാൻഡ്മെന്റ് തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്. And we also have promise. അതുപോലെ തന്നെ നമുക്ക് വാഗ്ദത്തങ്ങളുമുണ്ട്. What? Okay. Shall we read further? തുടർന്ന് നമുക്ക് വായിക്കാം. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Okay. He's on the way. He don't know what will happen, but his answer is coming from his future. നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ അവൻ പോകുന്ന വഴി തന്നെ അവന്റെ ഭാവിയിൽ, അതായത് അവിടെ നടന്ന അത്ഭുതം അവന്റെ മുൻപിൽ കടന്നു വരുവാനിടയായി. He met the answer. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെ കാണുവാനിടയായി. He met the sign. He saw the sign. Okay, this is sign. അവിടെ അപ്പൊ തന്നെ ഒരു അടയാളം കാണുവാനിടയായി. And then what? Then 52. അവന് ഭേദമെന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പഞ്ഞി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. So when Jesus said, the moment he said, കർത്താവ് പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ he was healed there. അവിടെ രാജഭൃത്യന്റെ മകന് സൗഖ്യം വരുവാനിടയായി. But he don't know. പക്ഷെ അത് രാജഭൃത്യൻ അറിയുന്നില്ല. He's walking. കർത്താവ് പറഞ്ഞ വചനം വെച്ചുകൊണ്ട് രാജഭൃത്യൻ നടക്കുകയായിരുന്നു. There are two parts in this command, two parts in this word, right? Go and your son will live. അവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കടന്നു പോകുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. Go to your home and your son will live. നിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുക, അവിടെ നിന്റെ മകൻ ജീവിച്ചിരിക്കും. What if he don't go to home? ഇപ്പോൾ നീ ആ ഭവനത്തിൽ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? What if he don't go to home? വീട്ടിൽ കടന്നു പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? He will not see his son living, right? അവന്റെ മകൻ ജീവിച്ചിരിക്കുന്ന അവന് കാണാൻ സാധിക്കില്ലായിരുന്നു. So most of us, when we don't obey the commandment of God, we don't experience the promise of God. പലപ്പോഴും നമ്മൾ എല്ലാവരും ആ ഒരു കമാൻഡ് അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ഒരു കൽപ്പന നമ്മൾ പ്രമാണിച്ചില്ല എങ്കിൽ നമുക്ക് അടുത്തുള്ള വാഗ്ദത്തം കാണാൻ കഴിയുകയില്ല. So the mistake we do is we don't obey the commandment and we're waiting for the promise. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, തെറ്റെന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കൽപ്പനയെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കും. So he obeyed the commandment. He is going. അവിടെ രാജഭൃത്യൻ കർത്താവ് പറഞ്ഞ കമാൻഡ് അനുസരിച്ച് നടന്നു പോവുകയായിരുന്നു. He sees no sign. പോകുന്ന വഴിയിൽ ഒരു അടയാളം കണ്ടില്ല. There's a sign of doctor there, doctor sign. അവിടെ ചിലപ്പോ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു കാണാം. Doctor so and so, he heals the people very well and he makes others well. There's a sign of doctor. ഡോക്ടർ ഉള്ള ഒരു അടയാളം, മറ്റുള്ളവരെ രോഗസൗഖ്യം കൊടുക്കും എന്നൊരു ഡോക്ടറിന്റെ ഒരു അടയാളം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. But he turned his face and he walked. എന്നിരുന്നാലും മറ്റെല്ലാ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഒരു ഡോക്ടർ ഉള്ളത് പ്രതീക്ഷിക്കാം, ഒരു ഡോക്ടറിനെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ദൈവം തന്നോട് പറഞ്ഞ ആ ഒരു വാക്കിനാൽ അവൻ നടന്ന് വീട്ടിലേക്ക് കടന്നു പോകാനിടയായി. So today God said to me that we are going through lot of troubles, we are going through lot of pains, and we are walking with that pain. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. അതൊക്കെയും കൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. Even I myself, I am also with you. ഞാനും നിങ്ങളോട് കൂടെ ഉണ്ട്. I am also walking the same walk. I am also walking the same walk as you are walking. നിങ്ങളെ പോലെ തന്നെ ഞാനും ആ ഒരു സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയാണ്. But the world is also walking. ലോകവും അതുപോലെയാണ്. But what is different in them and us? അവരിൽ നിന്നും ലോകക്കാരിൽ നിന്നും നമുക്ക് വ്യത്യസ്തത എന്തെന്ന് പറഞ്ഞാൽ We have the word in us. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ട്. The word is living in us. ജീവനുള്ള വചനം നമ്മളിൽ ജീവിക്കുകയാണ്. This word is carrying us. ഈ വചനമാണ് നമ്മളെ താങ്ങുന്നത്. Though I am walking, നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ I think that I am walking. നമ്മൾ ഒരു പക്ഷെ വിചാരിക്കാം ഞാനാണ് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കൂടി നടക്കുന്നതെന്ന് ഒരു പക്ഷെ വിചാരിക്കാം. But the word is carrying me. പക്ഷേ ദൈവവചനമാണ് നമ്മളെ താങ്ങുന്നത്. And this word will take us to the place where we should go. എവിടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ആ സ്ഥലത്ത് ഈ വചനം നമ്മളെ താങ്ങി കൊണ്ടുപോകാൻ ഇടയാകും. Only if we obey His commandments. അത് സംഭവിക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഒരു കൽപ്പന നമ്മൾ പ്രമാണിക്കുമ്പോഴാണ്. And it is not hard to obey His commandments. അത് അത്ര ഭയങ്കര കഷ്ടതയല്ല നമുക്ക് ആ ഒരു കൽപ്പന പ്രമാണിക്കാൻ. Once we know His promise is true, He is trustworthy.
it's easy for us to obey His commandments. ഒരിക്കലും നമ്മൾ വിചാരിക്കും കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അത് സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൽപ്പന പ്രമാണിക്കാൻ എളുപ്പമാണ്. Jesus says, "My yoke is easy and you can take it." കർത്താവ് പറഞ്ഞത് എന്റെ നുകം ലഘു എന്നാണ്, അത് നിങ്ങളെ കൊണ്ട് എടുക്കുവാൻ സാധിക്കുമെന്നാണ് വചനം പറയുന്നത്. Nowhere it says His commandment is so hard for us. Nowhere it says that you cannot do it. ഒരിടത്തും ബൈബിളിൽ പറയുന്നില്ല ഈ കൽപ്പനകൾ ഭയങ്കര കഷ്ടതയാണ് അല്ലെങ്കിൽ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് പ്രമാണിക്കാൻ കഴിയുകയില്ല എന്ന് ഒരിടത്തും പറയുന്നില്ല. But with flesh we cannot do it. ജഡത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അത് കഷ്ടതയായിരിക്കും, But കഴിയുകയില്ലായിരിക്കാം. the Spirit of God enables us to walk. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും, ആ ഒരു സാന്നിധ്യത്തിൽ നടക്കുവാൻ ഇടയാവും. And today we all are walking. ഇന്ന് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ We have the word in us. നമ്മുടെ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനമുണ്ട്. We don't need signs. നമുക്ക് അതുകൊണ്ട് തന്നെ അടയാളം വേണ്ട. We just need the word of God. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. And we know who He is. നമുക്കറിയാം ദൈവം ആരാണെന്നറിയാം. And no matter what I face, no matter what rejections I face, no matter what hardship I face, I know that He is faithful and His word is powerful enough to get me there in the future. എന്തൊക്കെ കഷ്ടതകളാണോ അല്ലെങ്കിൽ തള്ളിക്കളയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്കറിയാം നമ്മുടെ യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. And he believed. ഫസ്റ്റ് ആ രാജഭൃത്യൻ അത് വിശ്വസിക്കാനിടയായി. And would you read the next verse 53? ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. First he believed. ഫസ്റ്റ് ആ രാജഭൃത്യൻ വിശ്വസിക്കാനിടയായി. And next his family, also whole family believed. അതിനുശേഷം അവന്റെ മുഴുവൻ കുടുംബവും അത് വിശ്വസിക്കാനിടയായി. Word of God is like contagious. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പ്രെഡ് ആകുന്നതാണ്. If one person is believing in family, കുടുംബത്തിലെ ഒരു വ്യക്തി വിശ്വസിച്ചാൽ it's enough. അത് തന്നെ ധാരാളം. It's enough to grab the whole family inside. Whole family into the ark. കുടുംബത്തിലെ ഒരു വ്യക്തി വിശ്വസിച്ചാൽ മറ്റു പല വ്യക്തികളെയും ആ പെട്ടകത്തിനകത്ത് കൊണ്ടുവരുവാൻ അത് ഈസിയാണ്. So this one man believed in the word of Christ. ഇവിടെ ഈ ഒരു രാജഭൃത്യൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാനിടയായി. And his whole family believed in Christ. അതേപോലെ തന്നെ കുടുംബം മൊത്തം വിശ്വസിക്കാനിടയായി. Today if you are praying for your loved ones to come to Christ to the saving knowledge, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തിത്വങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഈ ഒരു ദൈവസ്നേഹത്തിൽ കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ you need to walk with the word inside you, and you just walk. ആദ്യം നിങ്ങൾ ഈ ദൈവവചനം കൊണ്ട് നടക്കണം. So when this word enough is to drag him to Christ's love. ഈ ഒരു ദൈവവചനം മതി അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ. Okay, now let's go to 4 verse 41. John chapter 4 verse 41. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യം. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്ക് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. These are the word of people of Samaria. ശമരിയക്കാരുടെ ഒരു വാക്കുകളാണ് ഇത് വായിച്ചു കേട്ടത്. They say that we have heard His word and we believe in His word. അവിടെ അവർ പറയുന്നത് കർത്താവിന്റെ വചനം ഞങ്ങൾ കേട്ടു അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്നാണ്. Earlier I said evangelist from Samaritan, right? Samaria. നമ്മൾ ആദ്യം ശമരിയക്കാരി സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. ആ ശമരിയക്കാരി സ്ത്രീ ദൈവത്തിന്റെ വചനം കേട്ടതിന് ശേഷം അവളെ ദൈവിക ശുശ്രൂഷയിലായെന്ന് പറയുവാനിടയായി. And these people came to faith through that woman. ആ ഒരു ശമരിയക്കാരി സ്ത്രീ മുഖാന്തരമാണ് ഈ വ്യക്തികൾ ഈ ഒരു വിശ്വാസത്തിൽ കടന്നു വന്നത്. And now they say that we don't need your word, we don't need your sign, but because He speaks to us directly, we believe in Him. ഇപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് നമുക്ക് അടയാളം വേണ്ട, ദൈവം ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് ആ വചനം കേട്ട് അവർ വിശ്വസിച്ചു എന്നാണ്. So we are privileged people that God speaks to us directly, and God speaks to us through dream, God speaks to us through pastor, God speaks to us through me, God speaks to us through anyone. If you have a question to God, sometimes I get amazed that I ask the question to God in my heart, and it's through my wife I get an answer. It's through anyone. It's through a person from Delhi would call me and give me the answer for what I thought, or a person who have never spoke to me, he calls me and gives me the answer.
നമ്മൾ ശരിക്കും അഭിമാനിക്കേണ്ട ഒരു വ്യക്തിത്വങ്ങളാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ഒരു പക്ഷേ സ്വപ്നത്തിൽ കൂടെ ആകാം, വചനത്തിൽ കൂടെ ആകാം, ഇല്ലെങ്കിൽ ദൈവദാസനിൽ കൂടെ ആയിരിക്കാം. അങ്ങനെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ അഭിമാനം കൊള്ളേണ്ടവരാണ്. ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ ദൈവം എന്നോട് സംസാരിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ആൻസർ എൻ്റെ ഭാര്യയിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാകുക. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു കോൾ വരും, അതിൽ കൂടെയൊക്കെ ആയിരിക്കും കർത്താവ് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ടാകും. ആ ഒരു കാര്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടവരാണ്. And what's our part? We have to take the word and walk. ഇതിൽ നമ്മുടെ ഭാഗം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ വചനം കൊണ്ട് നടക്കണം. No healing, അവിടെ ഒരു സൗഖ്യമില്ല, but still walking. ആ ഒരു സാഹചര്യത്തിൽ സൗഖ്യം ഉണ്ടായില്ല എങ്കിലും വചനം കൊണ്ട് നമ്മൾ നടക്കണം. He's not getting better. ഒരു പക്ഷേ നല്ലൊരു അവസ്ഥയിലോട്ട് വന്നിട്ടില്ലായിരിക്കാം. I am praying for him and he's not getting better. ഇന്നും ഈ ഒരു നിമിഷവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും അവിടെ ഒരു സൗഖ്യം നടന്നില്ല എങ്കിലും I'm still walking with the word. ആ ഒരു സാഹചര്യത്തിലും ദൈവവചനം കൊണ്ട് നമ്മൾ നടക്കണം. I'm fasting. I'm doing lot of things, hoping that one day my wife or my husband would repent of his sins and he would come to Christ. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒരുപക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകും ഒരു ദിവസമെങ്കിലും എൻ്റെ ഭാര്യയോ ഭർത്താവോ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകാം. But there's no signs. പക്ഷെ അതിന്റെ ഒരു അടയാളങ്ങൾ നമ്മൾ മുൻപിൽ കാണുന്നില്ല. But I'm still walking. എന്നിരുന്നാലും നമ്മൾ നടക്കുകയാണ്. The word is inside me. കാരണം ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. The word is not dead. ആ വചനം അത് മരണപ്പെട്ടതല്ല, The word is alive. അത് ജീവിക്കുന്നതാണ്. The word is spirit filled and it's alive in me. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട വചനമായതിൽ അത് നമ്മൾ ജീവിക്കുകയാണ്. So we saw one set of people who believe in Christ only for signs. നമ്മളിപ്പോ കണ്ടതെന്ന് ഒരു കൂട്ടം ജനം അടയാളത്തിൽ മാത്രം വിശ്വസിക്കുന്നതും. And then we saw the word, how the word is constructed. A word has commandment and promise. പിന്നെ നമ്മൾ കേൾക്കുവാനിടയായത് ആ വചനം എങ്ങനെയാണ്, അതിൽ രണ്ട് ഭാഗമുണ്ട്, ഒന്നൊരു കമാൻഡ് ഉണ്ട്, ഒന്നൊരു വാഗ്ദത്തമുണ്ട്. And then I explained that word we carry and walk. അതിനുശേഷം ഞാൻ പറയുവാനിടയായിരുന്നത് ആ ഒരു ദൈവവചനം കൊണ്ടാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. And last point is I want to highlight is verse 43 and 44. 43-44. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടെ വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞു. Okay, next. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങൾക്കും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. Jesus goes to his place. കർത്താവ് തന്റെ സ്ഥലത്ത് കടന്നു പോകാനിടയായി. And he says that a prophet is not honored in his place. അവിടെ പറയുവാനിടയായിരുന്ന ഒരു പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനം ലഭിക്കില്ല എന്നാണ്. But here the people are welcoming Christ, right? പക്ഷെ ഇവിടെ കാണുന്നത് ഗലീലയിൽ കർത്താവ് വന്നപ്പോൾ അവിടെയുള്ള ജനം കർത്താവിനെ സ്വീകരിക്കുകയാണ്. They are welcoming, they are happy when Christ came. കർത്താവ് വന്നതിൽ അവരെല്ലാവരും സന്തോഷവാന്മാരാണ്. But Christ, what did Christ say? അവിടെ കർത്താവ് എന്താ പറഞ്ഞേ? A prophet is not honored in his own place. അവിടെ നമ്മൾ ആരംഭത്തിൽ വായിച്ചത് ഒരു പ്രവാചകനും പിതൃഭവനത്തിൽ ബഹുമാനം ലഭിക്കുന്നില്ലെന്നാണ്. But here Christ is welcomed by people. പക്ഷെ കർത്താവ് ഗലീലയിൽ കടന്നു വന്നപ്പോൾ ഗലീലക്കാർ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനിടയായി. They welcome people because they want signs. അവരെന്തിനാണ് സന്തോഷത്തോടെ ദൈവത്തെ സ്വീകരിച്ചത്? കാരണം അവർക്കൊരു അടയാളം വേണം. And Christ is not impressed or Christ is not honored when we don't believe his word. നമ്മൾ ഈ ഒരു വേർഡ് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് കർത്താവിന് അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാവുന്നില്ല. Because it is his word. കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. His word. So Christ, if you don't believe his word, we are dishonoring Christ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾ കർത്താവിനെ അത് ഡിസ്ഹോണർ ചെയ്യുന്നതിന് തുല്യമാണ്. We are not respecting him. നമ്മൾ കർത്താവിനെ ബഹുമാനിക്കുന്നില്ലെന്നാണ് അർത്ഥം. So the last point is Christ is not impressed when Martha does lot of works and lot of things for Christ. നമ്മൾ കർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ വചനത്തിൽ വായിക്കും പറയും. മാർത്ത കർത്താവ് വരുമ്പോൾ കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടൊന്നും നമുക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. But Martha sat at the feet of Christ and she got what is best. പക്ഷെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേൾക്കുകയും അതുകൊണ്ട് നല്ല അംശം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനിടയാവും. So lastly, when we don't believe in his word, we dishonor him.
നമ്മൾ കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ കർത്താവിനെ ബഹുമാനിക്കുന്നില്ല എന്നാണ് അർത്ഥം. കർത്താവിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. Imagine I am driving a car നിങ്ങൾ സങ്കല്പിക്കുക, ഞാനൊരു കാർ ഓട്ടിക്കുകയാണ്. and my father says to take that route. എന്റെ കൂടെ എന്റെ പിതാവ് ഇരുന്നിട്ട് പറയുവാണ് ആ വഴിയിലേക്ക് എടുക്കാന്ന് പറയുമ്പോൾ I said, now this route is shorter, I will take this route. എന്റെ പിതാവ് പറഞ്ഞ റൂട്ടിലോട്ട് ഞാൻ എടുക്കാതെ ഈ ഒരു വഴിയാണ് നല്ലത്, ഇത് ശരിയായ വഴിയാണ്, ഇത് ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കടന്നു പോകുമ്പോൾ I go and I met with an accident. I meet with an accident. ഞാൻ പിതാവ് പറഞ്ഞത് കേൾക്കാതെ അതിന്റെ എതിർദിശയിൽ കടന്നു പോകും കഴിയുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു അപകടം അവിടെ ഉണ്ടാകാം. But he still cares for me. ആ ഒരു അപകടം അവിടെ ഉണ്ടായാലും എന്റെ പിതാവ് എന്നെ എന്ത് ചെയ്യും, സംരക്ഷിക്കാനിടയാകും. But when I chose, but he knows that this road is not good for me. എന്റെ പിതാവിന് അറിയാം ആ ഒരു വഴി ശരിയായ വഴിയല്ല എന്നറിയാം. Knowing that, he gave me the word. അത് അറിഞ്ഞതുകൊണ്ടാണ് അപ്രകാരം പറയുവാനിടയായത്, ആ ഒരു വാക്ക് പറയുവാനിടയായത്. And while I'm driving, I take the word and I obey it and I explain the promises. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുകയും അത് ഉൾക്കൊണ്ട് അത് അനുസരിച്ച് നമ്മൾ കടന്നു പോകാനിടയാണ്. This word is a lamp for your feet. ഇത് നമ്മുടെ കാലിന് വെളിച്ചമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിനും പാതയ്ക്കും വെളിച്ചമാണ്. And this word is my food. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. And this word makes me stronger. ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയാകുന്നത്. So today, if you are broken, if you are sad, if you don't see any signs that there's no improving signs in the subject we are praying, ഇന്ന് നമ്മൾ വിഷമത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നീണ്ട നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു അടയാളങ്ങൾ ഒന്നും നമ്മൾ കാണുന്നില്ല എങ്കിലും just walk. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകണം. We have to have the word inside us. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട്. And this word is living, active, alive and active. ആ ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതാണ്. And we are walking with that word. ആ ജീവനുള്ള ദൈവത്തിന്റെ വചനം വെച്ചാണ് നമ്മൾ ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. So let God bless you through this word. ഈ ഒരു ദൈവവചനത്തിൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, I pray for this church, O Lord. Lord, let your word, Lord, transform us, Lord. Let your word change us, Lord. Lord, give us your spirit, Lord, so that your word be protected, Lord. Lord, I pray, Lord, let your people, Lord, walk, Lord, with your word, O Lord. Lord, let your people be the people of word, O Lord. Lord, let your people, Lord, never seek, let them not seek signs, O Lord, but Lord, let them seek your word, O Lord. Because Lord, your word alone never changes, Lord. Your word never fails, Lord. Your word has creative power, Lord. Your word is our food, O Lord. Your word is our lamp, O Lord. Thank you, Jesus. Lord, bless these people in your name, O Lord. Bless them, Lord. Lord, fill them with your spirit, O Lord. And let your word, Lord, richly dwell in them, Lord. And let them have knowledge of you, Lord. Let them grasp your love, O Lord. Give them spirit of wisdom and revelation, Lord, so that they will know you better, Lord. Lord, let their heart be filled with light, so Lord, so that they will know the hope of calling, Lord. Lord, I bless them in your name. In Jesus' mighty name I pray, amen. കരുണേത്ത് കർത്താവിന് മോചനം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.